ഹായ്, അങ്ങനെ രാവിലെ തന്നെ ഫീൽഡിൽ വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്ന സ്ഥലത്ത് അത്യാവശ്യത്തിലധികം കാട് പിടിച്ച് കിടക്കുവാണ്. സോ അതൊന്ന് ക്ലീൻ ചെയ്യണം. ബ്രഷ് കട്ടറുണ്ട്. അപ്പം ബ്രഷ് കട്ടർ വെച്ചിട്ടാണ് ഈ ഒരു സെക്ഷനിലെ കാട് ഫുള്ള് ക്ലീൻ ചെയ്യണം. അത്യാവശ്യം നല്ല രീതിക്ക് കാട് പിടിച്ച് ഇപ്പം നടന്നു വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കിടക്കുവാണ്. സോ അതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് പരിപാടി. സോ ആദ്യമേ അത് തുടങ്ങാം. ഒരു കറക്റ്റ് ഞാൻ ഹെൽമെറ്റിൻ്റെ വൈസർ തുറന്ന സമയത്ത് ഒരു കല്ല് വന്ന് ഇവിടെ അടിച്ച് ജസ്റ്റ് മിസ്സായിരുന്നു. ഈ ഒരു ഭാഗത്തൊന്നും അടിച്ചിട്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല പെയിനും ചെറിയൊരു ഇതായിട്ടിരിക്കുന്നു. കാലിലും കുറേ അടി കിട്ടി. ലൈക്ക് അവിടെ ആ സൈഡിൽ ഇന്ന് പുല്ലടിച്ചപ്പോഴത്തേക്കും ഭയങ്കര കല്ലും വേസ്റ്റൊക്കെ കിടക്കുന്നതുകൊണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. സോ കുറേ അടി കാലിലും കിട്ടി. ഞാനും പഠിച്ചു വരുന്നതേ ഉള്ളൂ പുല്ല് വെട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് എക്സ്പീരിയൻസേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് മെയിനായിട്ട് ഇത് കിട്ടുന്നത്. പിന്നെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അടികൾ കിട്ടാറുണ്ട്. മാക്സിമം ശ്രദ്ധിക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. സോ ഇനി ബാക്കി കൂടെ കണ്ടിന്യൂ ചെയ്യാറുണ്ട്, മീൻസ് ഫിനിഷ് ചെയ്യാറുണ്ട്. പോയിട്ട് വരാം. കാട് പിടിച്ച് കിടക്കുമ്പോഴത്തേക്കും ഇവിടെ അടുത്തുള്ള ആൾക്കാർ വന്ന് കാട് പിടിച്ചില്ലെങ്കിലും അടുത്തുള്ള ആൾക്കാർ കൊണ്ടുവന്ന് ഇവിടെ വേസ്റ്റ് തട്ടും. അവരടുത്തൊക്കെ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. ഇപ്പം ലാസ്റ്റ് മെമ്പറിൻ്റെ അടുത്ത് ഒരു കംപ്ലൈൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അവരുടെ എത്ര പറഞ്ഞാലും അവർ ചെയ്യത്തില്ല. പിന്നെ മഴയും കൂടെ വരുമ്പോഴേക്കും കാടും കൂടെ പിടിക്കും. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഈസിയാണ്. അതാണ് പിന്നെ വന്ന് ഫുള്ള് ചെയ്തത്. അപ്പം ഇന്നത്തെ വർക്കായിരുന്നു, ഫുള്ള് കാടായിരുന്നു. അതിങ്ങോട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മീൻസ് ഒരു കുഞ്ഞ് നട വരുമ്പോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ എന്തെങ്കിലും കയറി കിടന്നു കഴിഞ്ഞാലും അറിയില്ല. അതാണ് ഫുള്ള് പിന്നെ ക്ലീൻ ചെയ്തത്. സോ അവിടുത്തെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞു. ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് വാഴയ്ക്ക് ഇപ്പോൾ എന്തായാലും ഉച്ചയായി. ഇനി അധികം നേരം നിന്ന് കഴിഞ്ഞാൽ പണിയാവും മീൻസ് തളർന്നു പോകും. അപ്പം കുറച്ച് സമയം കൂടെ നിന്ന് നമുക്ക് ഒരു 2-3 വാഴയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കി പരിപാടി ഇന്നത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് വരുന്ന ദിവസങ്ങൾ നോക്കാം. സോ ഇന്നത്തെ നമ്മുടെ പറമ്പിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ തിരിച്ചു പോകണം. നമ്മുടെ റെഡ് ലേഡി പപ്പായയ്ക്ക് ഇപ്പം ഇതായി. ഇപ്പം ഞാനിവിടെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ പപ്പയ്ക്ക് ആൾക്കാരെടുത്തിട്ട് പറിച്ചിട്ട് പോകുന്നുണ്ട്. മീൻസ് മോഷണമുണ്ട്. ഇതിപ്പോൾ ഇതിൽ നിന്ന് 2 പപ്പായ ആരോ അടർത്തിക്കൊണ്ട് പോയായിരുന്നു. ഇത് വിളഞ്ഞ് വരുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇനി ഒരു 1-2 ആഴ്ച എടുക്കുമെന്നാണ് തോന്നുന്നത് ഫുള്ളായിട്ടൊന്ന് വിളയാൻ വേണ്ടിയിട്ട്. വിളയുമ്പോഴത്തേക്കും അതിൻ്റെ 4 സൈഡിലും യെല്ലോ കളർ വരുമെന്നാണ് പറഞ്ഞത്. അപ്പം അതിപ്പോൾ ആൾക്കാർ ഒന്ന് പറിച്ചിട്ട് പോകുന്നുണ്ട്. ഇതിപ്പം തുറന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇതുവഴിയാണെങ്കിൽ ഒരു വരമ്പുണ്ട്. അപ്പം അവിടെ അങ്ങ് മുകളിൽ ഉള്ള ആൾക്കാരൊക്കെ വിറകും തേങ്ങയൊക്കെ പറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടൊക്കെ ഇറങ്ങാറുണ്ടെങ്കിൽ അവരാണോ എന്നറിയില്ല. മീൻസ് ആരാ എടുക്കുന്നതെന്നും അറിയില്ല. ഞാൻ ഇന്നലെ വന്നപ്പോഴും ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് എപ്പോഴോ എടുത്തിട്ട് പോയതാണെന്ന് തോന്നുന്നു. ഇതുണ്ട്. ഇതുവഴി മറ്റേ വിറക് പറക്കാൻ പോകുന്ന ആൾക്കാർ നടന്നാണ് ഇവിടെ ഇത് വരുന്നത്. അവർ മറ്റേ ഓലയൊക്കെ ഇതേപോലെ എടുത്തിട്ട് പോകുന്ന ആൾക്കാരാണ്. സോ ഇനി വേറെയും പോയിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ ഇന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് പപ്പായ പോയതായിട്ട് കണ്ടത്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. കുറച്ച് പപ്പായ മാത്രമാണ് സർവൈവ് ചെയ്ത് കിട്ടിയത്. പക്ഷെ അത് ഇപ്പം വിളയാറായി വരുമ്പോഴത്തേക്കും ആൾക്കാർ പറിച്ചിട്ട് പോകുന്ന പരിപാടിയാണ്. ഇത് വേറെ പ്രശ്നമൊന്നുമില്ല. അവിടെയും കൂടെ ഒരു 2 മൂടുണ്ട്. അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകണം. പതുക്കെ തീരത്തുള്ളൂ. ഞാൻ ഒരു സൈഡിൽ നിന്ന് ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും അടുത്ത സൈഡ് ഫുള്ള് കാട് പിടിക്കുകയാണ്. ഭയങ്കര ടാസ്ക് പരിപാടിയായി ഈ ക്ലീനിങ് എന്ന് പറയുന്നത്. ഇപ്പം മഴയും കൂടെ കഴിഞ്ഞുകൊണ്ട് കുറച്ചധികം പ്രശ്നമായിട്ട് കിടക്കുവാണ്. അതാണ് ഇന്ന് വന്ന് അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങിയത്. അവിടെയാണെങ്കിൽ മറ്റേ പുല്ല് വളർന്നിട്ട് അകത്തോട്ട് കയറാനും പറ്റാതെ കിടക്കുമായിരുന്നു. ഉണ്ട് ഇതിൽ നിന്നൊക്കെയാരോ ഇതിൽ നിന്ന് പോയിട്ടില്ല എന്ന് തോന്നും. ഇതിന് അത്യാവശ്യം കായുണ്ടാവും. ഇതിന് ഇതുവരയ്ക്കും ഒന്നും
പോയിട്ടില്ല എന്നാണ് എൻ്റെ നിഗമനം. ഇല്ല. പിന്നെ ഉണ്ടായിരുന്നത് ഇവിടെ ഒരു പപ്പായ ഉണ്ടായിരുന്നു. അത് നമ്മുടെ കഴിഞ്ഞ കാറ്റത്ത് ഒടിഞ്ഞു വീണ് ഇവിടെ വെച്ചിട്ട് ഒടിഞ്ഞായിരുന്നു. ഇതിനകത്ത് ഏകദേശം ഒരു 10-17 പപ്പായ ഉണ്ടായിരുന്നു. വിളഞ്ഞിട്ടില്ലായിരുന്നു, അതായത് പച്ചയായിരുന്നു. കുറേയൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി അടുത്തൊക്കെ കൊടുത്ത് പിന്നെ വീട്ടിൽ കുറച്ച് ദിവസമൊക്കെ കറി വെച്ചായിരുന്നു. അത് മീൻസ് വിളയുന്നതിന് മുന്നേ എന്നെ ഒടിഞ്ഞ് വീണുപോയി. ഒരു 10-17 കപ്പയ്ക്ക ഉണ്ടായിരുന്നു. സോ അതൊക്കെയാണ് ഇപ്പം ഇതിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. കാറ്റത്ത് കാര്യം ഇതിന് ഹൈറ്റും ഇല്ല, നമ്മുടെ തണ്ടിന് വീതിയും ഇല്ലാത്തത് കൊണ്ട് ഇപ്പം പപ്പായകൾ കുറച്ച് അധികം വന്നു കഴിഞ്ഞാൽ കാറ്റടിച്ച് കഴിഞ്ഞാൽ ഒടിഞ്ഞു വീഴും. സോ അതൊക്കെയാണ് ഇതിലുള്ള പ്രശ്നം. സോ നമ്മുടെ കൊലകളൊക്കെ ഇപ്പോൾ ഏകദേശം കുറച്ച് ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ കൊലച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ വീണ്ടും ഇതൊക്കെ പുതിയതായിട്ടിപ്പോൾ കൊലച്ച് തുടങ്ങിയ കൊലകൾ. അതായത് ഇവിടെയും കൂമ്പ് വന്നിട്ടുണ്ട്. ഇനി അവിടെ ഒരു 2-3 ഉണ്ട്. ഇനി കുറച്ച് കൂമ്പ് ഒടിക്കാനുണ്ട്. അപ്പം ഇന്ന് കൂമ്പ് ഒടിച്ച് കഴിഞ്ഞാൽ ഇന്ന് ഷോപ്പില്ല. അപ്പം കൊണ്ടുപോയാലും കൊടുക്കാൻ പറ്റില്ല. ഫ്രഷായിട്ട് കൊടുത്തില്ലെങ്കിൽ അവർ പിന്നെ എടുക്കില്ലെന്നല്ല, അവർക്കും പിന്നെ പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ നാളെ വരുമ്പം ഇതിവിടെ ഉണ്ടാവുമോ എന്നുള്ളതാണ് അടുത്ത ഇപ്പം ഇത് ഒരു വരമ്പാണ്. ഇതുവഴി ആൾക്കാർ നടന്നു പോകാറുണ്ട്, വഴിയുടെ അറ്റത്തൊക്കെ നിൽക്കുന്നുണ്ട്. സോ അതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ പരിപാടികൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ബാക്കി നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കുറച്ച് ദിവസമായിട്ട് ചെയ്യാം. സോ ഇന്നത്തേക്ക് ബൈ. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. ബൈ.